നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പാനൂരിലെ വിഷ്ണുപ്രിയ വധം പ്രതി ശ്യാംജിത്തിന് ജീവപര്യന്തവും 2 ലക്ഷം രൂപ പിഴയും. വിധി തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടേത്. അംഗീകരിക്കുന്നുവെന്ന് കുടുംബം. ചക്കരക്കൽ ബാവോട് ബോംബ് സ്ഫോടനം. റോഡിൽ പൊട്ടിയത് 2 ഐസ്ക്രീം ബോംബുകൾ. സംഭവത്തിൽ ഊർജിത അന്വേഷണം. സ്ഥലത്ത് CPM BJP സംഘർഷാവസ്ഥയെ തുടർന്ന് ഇന്നലെ മുതൽ പോലീസ് പെട്രോളിംഗ്. ചക്കരക്കല്ലിലെ പ്രശസ്ത കലാപഠന കേന്ദ്രമായ കലാക്ഷേത്രയുടെ 18ാം വാർഷികം. വിവിധ തലങ്ങളിൽ വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റവും പുരസ്കാര സമർപ്പണവും. ഒപ്പം മഹാകവി കുമാരനാശാന് കലാമണ്ഡലം കലാവതി ടീച്ചറുടെ നൃത്താർച്ചനയും. വാർത്തകൾ വിശദമായി. പാനൂർ വിഷ്ണുപ്രിയ വധക്കേസ് പ്രതി ശ്യാംജിത്തിന് ജീവപര്യന്തം തടവും 10 വർഷം അധിക തടവ് ശിക്ഷയും വിധിച്ച് തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി. വിധിയെ സ്വാഗതം ചെയ്യുന്നുവെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് അജിത്ത്. കൂടുതൽ കാര്യങ്ങൾ വിധി പഠിച്ച ശേഷം 2 ലക്ഷം രൂപ പിഴത്തുക കുടുംബത്തിന്. പരമാവധി ശിക്ഷ എന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം. ജീവപര്യന്തം നൽകിയതിൽ സന്തോഷമെന്നും വാദിഭാഗം പറഞ്ഞു. അതുപോലെ തന്നെ 449 IPC പ്രകാരവുമാണ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടുള്ളത്. അതിന്റെ വിധിയിൽ 449 വകുപ്പ് പ്രകാരമുള്ള വിധി പ്രസ്താവിച്ചത് 10 വർഷം തടവും അതുപോലെ തന്നെ 25,000 രൂപ പിഴയും അടക്കാനാണ്. പിഴയടച്ചില്ല എങ്കിൽ 1 മാസം. അതുപോലെ തന്നെ 302 കൊലപാതകത്തിനുള്ള ശിക്ഷ എന്ന രീതിയിൽ അദ്ദേഹത്തിന് ജീവിതാന്ത്യം വരെ ലൈഫ് ഇംപ്രിസൺമെന്റ് കഠിന തടവ് കൊടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ 2 ലക്ഷം രൂപ പിഴയുമുണ്ട്. ഈ പിഴയടച്ചില്ല എങ്കിൽ 6 മാസം കൂടി തടവിന് കഴിയണം എന്നാണ് ഇപ്പോൾ കോടതിയുടെ വിധിയിൽ കാണാൻ പറ്റുള്ളത്. വിശദമായ കാര്യങ്ങൾ വിധി പഠിച്ചതിന് ശേഷം പറയാമെന്നാണ് തോന്നുന്നത്. ഏതായാലും കിട്ടിയിട്ടില്ല. പരമാവധി ശിക്ഷ നൽകണം. അതെ, പരമാവധി ശിക്ഷ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു വിധിയായിരുന്നു. ഏതായാലും അത് പരമാവധി ശിക്ഷ എന്ന് പറയുന്നത് ഒന്നുകിൽ ലൈഫ് അല്ലെ ഡെത്താണ്. അപ്പോൾ ലൈഫ് കൊടുത്തിരിക്കുക. ചിലപ്പോൾ മറ്റേതെങ്കിലും മാനദണ്ഡത്താലായിരിക്കാം പ്രോസിക്യൂഷൻ ആഗ്രഹിച്ചത് പോലെ തന്നെ ഡെത്ത് പണിഷ്മെന്റ് കൊടുക്കാതിരുന്നത്. ഏതായാലും വളരെ സന്തോഷമുണ്ട്, സാറ്റിസ്ഫൈഡ് ആണ് എല്ലാ കാര്യത്തിലും. ഏതായാലും കോടതി വിധിയെ സ്നേഹത്തോടു ബഹുമാനത്തോടു കൂടി തന്നെ സ്വാഗതം ചെയ്യുക. ഈ ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാലും അങ്ങനെയാണ്? എന്താണ് അത്? കൺകറന്റ് എന്നാണ് പറയുന്നത്. ഒന്നിച്ച് അനുഭവിച്ചാൽ മതി എന്നാണ് കോടതി വിധി. ലൈഫും ഈ 10 വർഷവും ലൈഫ് എന്ന് പറയുന്നത് ജീവിതാവസാനം വരെയാണ്, അല്ലാതെ പ്രത്യേക ടേം ഒന്നും പറഞ്ഞിട്ടില്ല. അത് പിന്നീട് അതിന്റെ ജയിൽ അതോറിറ്റി അതുപോലെ തന്നെ ഗവൺമെന്റ് ഒക്കെ തീരുമാനിക്കുന്നതാണ് മറ്റു കാലയളവ്. ഏതായാലും ജീവിതാന്ത്യം വരെയാണ് ലൈഫ് എന്ന് പറയുന്നത് നമ്മുടെ നിയമം മൂലം നിഷ്കർഷിക്കുക. 2022 ഒക്ടോബർ 22-നാണ് വിഷ്ണുപ്രിയയെ യുവാവ് കഴുത്തറുത്തു കൊന്നത്. മുൻകൂട്ടി പദ്ധതിയിട്ടാണ് ശ്യാംജിത്ത് കൊലപാതകം നടത്തിയതെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. ഇത് സാധൂകരിക്കുന്നതിനായി സംഭവത്തിന് 2 ദിവസം മുമ്പ് കൂത്തുപറമ്പിലെ കടയിൽ നിന്നും പ്രതി ചുറ്റുകയും കയ്യുറയും വാങ്ങുന്ന CCTV ദൃശ്യങ്ങൾ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കി. പ്രണയാഭ്യർത്ഥന നിരസിച്ചതാണ് ശ്യാംജിത്തിനെ പ്രകോപിപ്പിച്ചതെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. വീട്ടുകാർ ഇല്ലാത്ത സമയത്തായിരുന്നു പ്രതി കൃത്യത്തിനായി തെരഞ്ഞെടുത്തത്. വീട്ടിലെത്തി വിഷ്ണുപ്രിയയെ തലക്കടിച്ച് വീഴ്ത്തിയ ശേഷം കഴുത്തറക്കുകയായിരുന്നു. മരണശേഷം ശരീരം കുത്തി പരിക്കേൽപ്പിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട്. 29 മുറിപ്പാടുകളായിരുന്നു വിഷ്ണുപ്രിയയുടെ ശരീരത്തിലുണ്ടായിരുന്നത്. ഇതിൽ 10 എണ്ണം മരണശേഷം സംഭവിച്ചതാണ്. 73 സാക്ഷികളാണ് കേസിലുണ്ടായിരുന്നത്. വിഷ്ണുപ്രിയയുടെ സഹോദരിമാർ, സുഹൃത്ത് വിപിൻ രാജ് തുടങ്ങി 49 സാക്ഷികളെ കോടതിയിൽ വിസ്തരിച്ചു. ഇരുതല മൂർച്ചയുള്ള കത്തി, ചുറ്റിക, കുത്തുളി എന്നിവ കൊണ്ട് കുത്തി കൊലപ്പെടുത്തിയെന്നാണ് കേസ്. കൊലപാതകം നടന്ന് 1 വർഷം തികയും മുമ്പ് തന്നെ കേസിൽ വിചാരണ ആരംഭിച്ചിരുന്നു. വിധി കേൾക്കാനായി വിഷ്ണുപ്രിയയുടെ സഹോദരിമാരും ബന്ധുക്കളും കോടതിയിലെത്തിയിരുന്നു. വിധി സ്വാഗതം ചെയ്യുന്നതായി വിഷ്ണുപ്രിയയുടെ വല്യച്ഛൻ വിജയൻ പറഞ്ഞു. വധശിക്ഷയായിരുന്നു ആഗ്രഹിച്ചത്. അത് തീരുമാനിക്കേണ്ടത് കോടതിയായിരുന്നു. കോടതിയുടെ തീരുമാനത്തെ അംഗീകരിക്കുന്നു. ഒരു പരിധിവരെ നീതി കിട്ടിയതായും വിഷ്ണുപ്രിയയുടെ വല്യച്ഛൻ വിജയൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. വിധിയിൽ സ്വാഗതം ചെയ്യുന്നു. വധശിക്ഷ നമ്മളൊരു ആഗ്രഹം വധശിക്ഷയായിരുന്നു. പക്ഷെ അത് കോടതിയാണ് തീരുമാനിക്കേണ്ടത്. എന്തായാലും കോടതിയുടെ തീരുമാനത്തെ അംഗീകരിക്കും. ഇതിൽ സന്തോഷം. ഒരു നീതി, ഒരു പരിധിവരെ നീതി കിട്ടുന്നില്ല. അതെല്ലാം പിന്നെ ബാക്കി ആലോചന ശേഷം മാത്രം തീരുമാനിക്കുന്ന കാര്യമാണ്. പൂർണ്ണമായിട്ടൊരു ജഡ്ജ്മെന്റിന്റെ കോപ്പിയും ഇല്ല. കുടുംബം സംതൃപ്തരാ. ഈ വിധിയിൽ സംതൃപ്തരാണ് കുടുംബം. ഞങ്ങൾ തിരിച്ചു വന്ന് കാണാനാവില്ല മാത്രമേ ഉള്ളൂ. ഒന്നും പറയാനില്ല. പോലീസിന്റെ ഒക്കെ ഇടപെടൽ നിങ്ങൾ ചെമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂൾ 1983 SSLC ബാച്ച് ഓർമ്മക്കൂട്ട് @83യുടെ
ഒന്നാം വാർഷികാഘോഷം ചക്കരക്കൽ സ്വീറ്റ് സ്റ്റോൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ചു. LSS, SSLC, +2 ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കൂട്ടായ്മ ഒന്നുകൂടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഓർമ്മക്കൂട്ട് എന്ന പേരിൽ വിവിധങ്ങളായ സാമൂഹ്യ ഇടപെടലുകൾക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. സാധാരണഗതിയിൽ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഘടന എന്നുള്ളത് കേവലമായ ഒരു ദിവസത്തെ ഭക്ഷണവും ഒരു അടിച്ചുപൊളി ആഘോഷത്തോടുകൂടി പിരിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ ഇല്ലാതാവുകയോ ചെയ്യുന്നതാണ് നമ്മുടെ മുമ്പിലുള്ള അനുഭവം. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി തികച്ചും സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി അതിലേറെ നമ്മൾ ഓരോരുത്തരുടെയും സന്തോഷങ്ങളും സങ്കടങ്ങളും പരസ്പരം പങ്കുവെച്ചുകൊണ്ട് ഒരു സമൂഹത്തിനകത്ത് എങ്ങനെയാണ് ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഘടന മാതൃകാപരമായി പ്രവർത്തിക്കേണ്ടത് എന്ന് പൊതുജനങ്ങളുടെ സ്ഥാനത്തടക്കം ഒഴിവാക്കിക്കൊണ്ടാണ് നമ്മുടെ കൂട്ടായ്മ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രസിഡന്റ് CP ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ട്രഷറർ അജയൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. വാർഷികത്തിന്റെ ഭാഗമായി സൈനിക സേവനത്തിൽ നിന്നും സർക്കാർ സർവീസിൽ നിന്നും വിരമിച്ച പൂർവ്വ വിദ്യാർത്ഥികളെ ആദരിക്കുകയും LSS, USS, SSLC, +2 ഉന്നത വിജയികളെ അനുമോദിക്കുകയും ചെയ്തു. ഓർമ്മക്കൂട്ട് ഭാരവാഹികളായ AR ജിതേന്ദ്രൻ, VP രാജീവൻ, KT അനീഷ്, AV പ്രദീപൻ, K രഞ്ജിത്ത്, P രജനി എന്നിവർ സംസാരിച്ചു. തുടർന്ന് അംഗങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും കലാപരിപാടികളും അരങ്ങേറി. തിരുവനന്തപുരം ജില്ലാ കളക്ടറുടെ ജീവനക്കാരോടുള്ള അപക്വമായ പെരുമാറ്റത്തിനെതിരെ പ്രതികരിച്ച ജോയിന്റ് കൌൺസിൽ ജനറൽ സെക്രട്ടറി ജയചന്ദ്രൻ കല്ലിങ്കലിനെതിരെ സ്വീകരിച്ച അച്ചടക്ക നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ജോയിന്റ് കൌൺസിൽ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കലക്ടറേറ്റ് പരിസരത്ത് പ്രതിഷേധ പ്രകടനം നടത്തി. തുടർന്ന് കലക്ടറേറ്റ് അങ്കണത്തിൽ നടന്ന പ്രതിഷേധ ധർണ സംസ്ഥാന കമ്മിറ്റി അംഗം KV രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അത് നിശബ്ദരായിരിക്കാനാവില്ല, അതിനെതിരെ പ്രതികരിക്കുക എന്നുള്ളത് തന്നെയാണ് ജീവനക്കാരുടെ സംഘടനയെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതാണ് ജോയിന്റ് കൌൺസിൽ ജനറൽ സെക്രട്ടറി സഖാവ് ജയേന്ദ്രൻ കല്ലിങ്കൽ മാതൃഭൂമി ചാനലിലൂടെയുള്ള ചർച്ചയിൽ ഉന്നയിച്ചതും അത് തന്നെയാണ്. ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഈ സംസ്ഥാനത്തെ അല്ലെങ്കിൽ ജീവനക്കാരുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഒരു ജോലി ചെയ്യുന്നതാണ് സാധാരണഗതിയിൽ ഒരു സർക്കാർ ഓഫീസിലെ ഡോക്ടർ എന്ന് പറയുന്നത്. ആ ഡോക്ടറെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന് തിരിഞ്ഞു മറിഞ്ഞ് നിൽക്കാനുള്ള ഒരു സമയം പോലും ഉണ്ടാവില്ല എന്ന ഒരു സർക്കാർ ഓഫീസിൽ പോയ ഏതൊരു വ്യക്തിക്കും പറയുന്നതാണ്. ആ ഒരു സാഹചര്യത്തിലാണ് OP ഇരിക്കുന്ന ഒരു ഡോക്ടറെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിന്റെ സ്വകാര്യ ചികിത്സക്ക് വീട്ടിലേക്ക് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വിളിച്ചു വരുത്തുക എന്നുള്ളതും അത് മണിക്കൂറുകളോളം നിർത്തി അതിനുശേഷം ചികിത്സ നേടുക എന്നുള്ളതും. എങ്ങോട്ടാണ് ഈ രീതി പോകുന്നത്? ഏത് യുഗത്തിലാണ് ഇദ്ദേഹം ജീവിക്കുന്നത്? ഏത് കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നൊന്നും മനസ്സിലാക്കാതെയുള്ള ഇത്തരത്തിലുള്ള പോക്കാണ് നമ്മുടെ ജനാധിപത്യത്തിന്റെ രീതിയിലേക്ക് പോകുന്നതാണോ, അല്ലെ ജനാധിപത്യം എന്ന് വന്നത് അദ്ദേഹം അറിഞ്ഞില്ലേ എന്നുള്ളതാണോ ഇവിടെ ചോദ്യം ഉയർത്തുന്നത്? P സുധീഷ്, CT ഷൈജു, ബീന കൊരട്ടി, പുഷ്പ മോഹൻ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. P രാജീവൻ അധ്യക്ഷത വഹിച്ചു. റോയ് ജോസഫ്, മനീഷ് മോഹൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേളക്കുമ്പായി പ്രധാന വാർത്തകൾ വീണ്ടും. പാനൂരിലെ വിഷ്ണുപ്രിയ വധം പ്രതി ശ്യാംജിത്തിന് ജീവപര്യന്തവും 2 ലക്ഷം രൂപ പിഴയും. വിധി തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടേത്. അംഗീകരിക്കുന്നുവെന്ന് കുടുംബം. ചക്കരക്കൽ ബാവോട് ബോംബ് സ്ഫോടനം. റോഡിൽ പൊട്ടിയത് 2 ഐസ്ക്രീം ബോംബുകൾ. സംഭവത്തിൽ ഊർജിത അന്വേഷണം. സ്ഥലത്ത് CPM BJP സംഘർഷാവസ്ഥയെ തുടർന്ന് ഇന്നലെ മുതൽ പോലീസ് പെട്രോളിംഗ്. ചക്കരക്കല്ലിലെ പ്രശസ്ത കലാപഠന കേന്ദ്രമായ കലാക്ഷേത്രയുടെ 18ാം വാർഷികം. വിവിധ തലങ്ങളിൽ വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റവും പുരസ്കാര സമർപ്പണവും. ഒപ്പം മഹാകവി കുമാരനാശാന് കലാമണ്ഡലം കലാവതി ടീച്ചറുടെ നൃത്താർച്ചനയും. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC +2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്. കോസ്മെറ്റോളജി രംഗത്ത് ഏറ്റവും മികവുറ്റ കോഴ്സുകളുമായി GITD 17ാം വർഷത്തിലേക്ക്. 100% പ്രാക്ടിക്കൽ ഓറിയന്റഡ് ട്രെയിനിങ്, ഏറ്റവും പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള പഠനം,
പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനർ ഷോ GITD-യുടെ മാത്രം പ്രത്യേകതയാണ്. GITD വനിതകളുടെ വിജയത്തിന്റെ വഴികാട്ടി. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോറൂം, 5 നിലകൾ, 10,000 സ്ക്വയർ ഫീറ്റ് പാർക്കിംഗ്. മൈജി ഫ്യൂച്ചർ കണ്ണൂർ താണയിൽ. ഹോം അപ്ലയൻസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ, കിച്ചൺ അപ്ലയൻസ് എന്നിവയുടെ കണ്ണു തള്ളുന്ന കളക്ഷൻ, കണ്ണു തള്ളുന്ന വിലക്കുറവിലും ഓഫറുകളിലും. കണ്ണു തള്ളുന്ന ഷോപ്പിംഗ് എക്സ്പീരിയൻസുമായി മൈജിയുടെ ബിഗ്ഗസ്റ്റ് ഫ്യൂച്ചർ ഷോറൂം കണ്ണൂർ താണയിൽ. നമ്മുടെ കണ്ണൂരിന്റെ ഫ്യൂച്ചർ ഇനി വേറൊരു റേഞ്ച് ആവുകയാണ്. ഹോം അപ്ലയൻസസിന്റെയും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിന്റെയും ഇതുവരെ കാണാത്ത കളക്ഷനുമായി മൈജി ഫ്യൂച്ചർ ഇപ്പോൾ കണ്ണൂർ താണയിൽ. കണ്ണൂരിന്റെ കണ്ണു തള്ളും. കടലിനടിയിലൂടെ സഞ്ചരിക്കുന്ന ആഗ്രഹമില്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ? എങ്കിൽ നിങ്ങളുടെ ആഗ്രഹം മറൈൻ എക്സ്പോയിൽ വന്നാൽ തീരാവുന്നതേ ഉള്ളൂ. മാത്രമല്ല, ഇവിടെ വേറെ പലതും ഉണ്ട്. എന്റെ കൂടെ വന്നാൽ കാണിച്ചു തരാം. നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമായ ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ അറിയാത്തവർ ആരും കാണില്ല അല്ലേ? സാറിന്റെ ജീവചരിത്രം ഓർമ്മിപ്പിക്കുന്ന ആർട്ട് വർക്ക്സ് ഇവിടെ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ഇനി നമുക്ക് കടലിനടിയിലേക്ക് പോയാലോ? ഇന്ത്യയിലെ ആദ്യത്തെ ഡബിൾ ഡെക്കഡ് അക്രൈലിക് അണ്ടർ വാട്ടർ ടണലിലൂടെ കടലിലെ അത്ഭുതങ്ങൾ നിങ്ങൾക്ക് അടുത്തു കാണാം. മീനുകൾ മാത്രമല്ല ഇവിടെയുള്ളത്. വെള്ളത്തിനടിയിൽ നിന്നും PADI സർട്ടിഫൈഡ് ആയിട്ടുള്ള സ്കൂബ ഡൈവേഴ്സ് നിങ്ങളെ വിസ്മയിപ്പിക്കുന്നതാണ്. വിദേശത്ത് നിന്നും ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള പലതരം എക്സോട്ടിക് പെറ്റ്സ് ഇവിടെ പവലിയനിൽ നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്നു. കടലിലെ വിസ്മയങ്ങളും കണ്ട് അങ്ങനെ അങ്ങ് പോയാലോ? ഇനിയും ഉണ്ട് ബാക്കി. ഇപ്പോൾ May 20 വരെയുള്ളൂ. ലൊക്കേഷൻ മറക്കണ്ട, കണ്ണൂർ പോലീസ് മൈതാനിയിലാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് വരെ മറൈൻ എക്സ്പോ എൻജോയ് ചെയ്യാം. വാർത്തകൾ തുടരുന്നു. ബാവോട് പരിയാരത്ത് 2 ബോംബുകൾ റോഡിൽ എറിഞ്ഞ് പൊട്ടിച്ചു. 2 ഐസ്ക്രീം ബോംബുകളാണ് റോഡിൽ പൊട്ടിയ നിലയിൽ. ചക്രക്കൽ ബാവോട് പരിയാരത്താണ് സംഭവമുണ്ടായത്. ഇന്ന് പുലർച്ചെ 3 മണിയോടെ ബോംബ് റോഡിൽ എറിഞ്ഞ് പൊട്ടിക്കുകയായിരുന്നു. ആളപായമോ മറ്റ് നാശനഷ്ടമോ ഉണ്ടായിട്ടില്ല. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പുലർച്ചെ 3 മണിയോടെ ഉഗ്രശബ്ദം കേട്ടെന്നും വീടിന് പുറത്തിറങ്ങിയിട്ടില്ലെന്നും ബോംബ് പതിച്ച സ്ഥലത്തിനടുത്തെ വീട്ടുകാരി പറഞ്ഞു. രാത്രി ഒരു 3 മണിക്കാണ് ശബ്ദം കേട്ട്. പിന്നെ നമ്മൾ എല്ലാവരും എണീറ്റ് ആകെ പേടിച്ച്, പിന്നെ വാതിലൊന്നും തുറന്നിട്ടില്ല, ആകെ പേടിയായതുകൊണ്ട് അത്രയേ അറിയൂ. എൻ്റെ ഭർത്താവും 2 മക്കളും ഞാനും. എന്തെല്ലോ വാക്കേറ്റങ്ങളെല്ലാം കേട്ടിന്. നമ്മൾ ഇവിടുന്ന് നോക്കിയിട്ടല്ലോ, അങ്ങോട്ട് പോയിട്ടൊന്നുമില്ല. അതെപ്പോഴും ഇന്നലെ ഒരു 2 മണി ആയതാണ്.
CPM BJP സംഘർഷാവസ്ഥ ഉണ്ടായിരുന്നതിനാൽ പ്രദേശത്ത് പോലീസ് പട്രോളിംഗ് ശക്തമാക്കിയിരുന്നു. അതിനിടെയാണ് ബോംബ് സ്ഫോടനമുണ്ടായത്. ബോംബ് പൊട്ടിച്ചത് ആരാണ് എന്നതിനെക്കുറിച്ച് അറിയാനുള്ള ശ്രമത്തിലാണ് പോലീസ്. സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ, കണ്ണൂർ ACP CB ടോം എന്നിവർ സ്ഥലം സന്ദർശിച്ചു. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കും. എതിരാളികളെ പേടിപ്പിക്കാനോ ശക്തി തെളിയിക്കാനോ വേണ്ടിയാകാം സ്ഫോടനം നടത്തിയത് എന്നാണ് പോലീസിന്റെ നിഗമനം. സംഭവ സ്ഥലത്ത് പോലീസും ബോംബ് സ്ക്വാഡും ഉൾപ്പെടെയുള്ളവർ പരിശോധന നടത്തി. ചക്കരക്കൽ പോലീസ് ഇൻസ്പെക്ടർ ബിനു തോമസിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. മുണ്ടേരി പഞ്ചായത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവൃത്തിയുടെ ഭാഗമായി മുണ്ടേരിമുട്ട ടൗണിൽ ശുചീകരണ പ്രവൃത്തി നടത്തി. മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് A. പങ്കജാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. കുടിക്കിമുട്ട ബസാറും ഏച്ചൂർ ബസാറും എടുത്തുകൊണ്ട് അവിടെ ഇപ്പം എല്ലാ ആഴ്ചകളിലും ഈ പ്രവർത്തനം നമ്മൾ കാര്യക്ഷമമായിട്ട് നടത്തുകയാണ്. മുണ്ടേരിയും ആ രംഗത്തേക്ക് വരണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, തദ്ദേശ ഭരണ സ്ഥാപന മന്ത്രിയുടെ പ്രസ്താവനയുടെ ഭാഗമായിട്ട് 20-ാം തീയതിക്കകം നമ്മുടെ വീടുകളും പ്രദേശങ്ങളും ശുചീകരിക്കാനും 19, 20 തീയതികളിലായിട്ട് മെഗാ ശുചീകരണ പ്രവർത്തനം നടത്തിക്കൊണ്ട് നമ്മുടെ നാടിനെ, നഗരത്തെയും മാലിന്യത്തിൽ നിന്നും ഇല്ലാതാക്കുന്ന ഒരു പ്രവർത്തനം നമ്മൾ നടത്തുന്നുണ്ട്. ഇത് നമുക്ക് പ്രവർത്തനത്തിലൂടെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കുന്ന നിലയിലേക്ക് നമുക്ക് വരേണ്ടതുണ്ട്. ഏതെങ്കിലും ഒരു ദിവസം എടുത്തുകൊണ്ട് അന്നത്തെ ദിവസം നമ്മുടെ നാട് പട്ടണങ്ങളും ശുചീകരിച്ചു എന്നതുകൊണ്ട് മാത്രം കാര്യമില്ല. ഇപ്പോൾ ഇവിടെ തന്നെ മുണ്ടേരി ബസാറിനകത്ത് തന്നെ വലിയ തരത്തിലുള്ള മാലിന്യങ്ങൾ പല മേഖലകളിലായിട്ട് ചുറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ചിന്തിക്കേണ്ടത് ഇത് നമ്മുടെ കൂടി ഉത്തരവാദിത്വമാണ് എന്ന നിലയിൽ എടുത്തുകൊണ്ട് ഓരോ ആളുകളും ചെയ്താൽ മാത്രമേ ഇത് കാര്യക്ഷമമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കൂ. വാർഡ് മെമ്പർ CP ജിഷ അധ്യക്ഷത വഹിച്ചു. മെമ്പർ VV മുംതാസ് സ്വാഗതം പറഞ്ഞു. വികസന സമിതി അംഗങ്ങൾ, വ്യാപാരികൾ, വാർഡ് മെമ്പർമാർ, തൊഴിലുറപ്പ് മേറ്റുമാർ, സന്നദ്ധ പ്രവർത്തകർ, ഓട്ടോറിക്ഷ തൊഴിലാളികൾ, പിക്കപ്പ് വാൻ ഡ്രൈവർമാർ തുടങ്ങിയവർ ശുചീകരണ പ്രവൃത്തിയിൽ പങ്കെടുത്തു. JHIC റീന നേതൃത്വം നൽകി. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇന്നും 2 എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ റദ്ദാക്കി. തിങ്കളാഴ്ച പുലർച്ചെ 4:25 ഷാർജയിലേക്ക് പുറപ്പെടേണ്ടതും രാവിലെ 9:25 അബുദാബിയിലേക്ക് പോകേണ്ട സർവീസുകളുമാണ് റദ്ദാക്കിയത്. പണിമുടക്ക് കഴിഞ്ഞെത്തുന്ന എയർ ഇന്ത്യ ജീവനക്കാരെ വിന്യസിക്കുന്നതിലുണ്ടായ സാങ്കേതിക പ്രശ്നമാണ് സർവീസ് റദ്ദാക്കാൻ കാരണമെന്നാണ് അറിയപ്പെടുന്നത്. ഇന്ന് വൈകുന്നേരത്തോടെ എല്ലാം സാധാരണ നിലയിലേക്ക് ആകുമെന്ന് അധികൃതർ അറിയിച്ചിരുന്നുവെങ്കിലും ഇതുവരെയായും പ്രശ്നം പരിഹരിക്കുന്നതിന് കമ്പനിക്ക് കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ 4 ദിവസമായി കണ്ണൂരിൽ നിന്നും ഗൾഫ് സെക്ടറിലേക്കുള്ള എയർ ഇന്ത്യ സർവീസ് താളം തെറ്റിയിരിക്കുകയാണ്. ചക്കരക്കല്ലിലെ പ്രശസ്ത കലാപഠന കേന്ദ്രമായ കലാക്ഷേത്രയുടെ 18-ാം വാർഷികം ആഘോഷിച്ചു. വിവിധ ഉപകരണ സംഗീത വിദ്യാർത്ഥികളുടെയും നൃത്ത വിദ്യാർത്ഥികളുടെയും അരങ്ങേറ്റവും നടന്നു. വാർഷികത്തോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനം പ്രശസ്ത കഥാകൃത്ത് ശിഹാബുദ്ദീൻ പൊയ്ത്തുങ്കടവ് ഉദ്ഘാടനം ചെയ്തു. എല്ലാവരുടെ ഉള്ളിലും അവരവനെ ആവിഷ്കരിക്കാനുള്ള ഒരു പല സ്വഭാവങ്ങളൊക്കെ ഉണ്ടാവും. കാരണം അതിന് ഏറ്റവും ഒരു ഉദാഹരണമാണ് നമ്മൾ എല്ലാവരോടും ഒരു സെൽഫി എടുക്കുന്നു എന്ന് സങ്കല്പിക്കുക. ആ സെൽഫി എടുത്തു കഴിഞ്ഞ് അതിൻ്റെ പ്രിന്റ്, എനിക്ക് ഫോട്ടോ പ്രിന്റ് അല്ലെങ്കിൽ സൈബർ പ്രിന്റ് വരുന്നു. നമ്മൾ ആദ്യം ആരെയും നോക്കുക, എടുത്തിരിക്കുന്ന ആളുകളല്ല നോക്കുക. നമ്മൾ ആദ്യം ഞാൻ എവിടെയാണ് നോക്കുക. നന്നായിട്ടുണ്ടോ, അല്ല കോമഡികളൊക്കെ ആയിപ്പോയോ, ചിരിച്ചു പോയോ, കണ്ണടച്ചു പോയോ, ഇതാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മളെ എപ്പോഴും നമ്മൾ കരുതിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഞാൻ എവിടെയാണുള്ളത്, ഞാൻ ആരാണ്, ഞാൻ എന്താണ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള മനുഷ്യന്റെ ആദ്യവും മനുഷ്യൻ തൊട്ടുണ്ടാവുന്ന അകത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ചോദ്യമുണ്ട്, ഞാൻ എവിടെയാണുള്ളത്. ചക്കരക്കൽ ഗോകുലം ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് വാർഷിക പരിപാടികൾ അരങ്ങേറിയത്. തബല, ഗിറ്റാർ, വയലിൻ, കീബോർഡ്, ഓടക്കുഴൽ തുടങ്ങി വിവിധ ഉപകരണ സംഗീതത്തിലും ശാസ്ത്രീയ നൃത്ത ഇനങ്ങളിലും കുട്ടികൾ അരങ്ങേറ്റം നടത്തി. ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് MV അനിൽകുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സാംസ്കാരിക സമ്മേളനത്തിൽ കലാക്ഷേത്രം ഏർപ്പെടുത്തിയ സുനിൽ മാസ്റ്റർ സ്മാരക പുരസ്കാരം പ്രശസ്ത ചിത്രകാരൻ പ്രശാന്തൻ മുരിങ്ങേരിക്ക് ഫോക്ലോർ അക്കാദമി സെക്രട്ടറി AV അജയകുമാർ സമ്മാനിച്ചു. സ്കൂൾ കലോത്സവങ്ങളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ കലാക്ഷേത്രയിലെ പഠിതാക്കളെ ചടങ്ങിൽ അനുമോദിച്ചു. AK സുരേന്ദ്രൻ, P ഭൂപേഷ്, സിംന KC, K കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ, KP രഞ്ജിത്ത്, ബിനേഷ് ചാല എന്നിവർ സംസാരിച്ചു. തുടർന്ന് മഹാകവി കുമാരനാശാന്റെ 100-ാം ചരമ വാർഷികത്തോടനുബന്ധിച്ച് കലാമണ്ഡലം കലാവതി ടീച്ചർ അണിയിച്ചൊരുക്കിയ നൃത്താവിഷ്കാരം ചണ്ടാല ഭിക്ഷുകി വേദിയിൽ അവതരിപ്പിച്ചു.
കോഴിക്കോട് സർവീസ് സഹകരണ ബാങ്കിന്റെ കൺസ്യൂമർ സ്റ്റോറിന്റെ ആഭിമുഖ്യത്തിൽ കുറഞ്ഞ വിലയ്ക്ക് വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിനായി സ്റ്റുഡന്റ് മാർക്കറ്റ് ആരംഭിച്ചു. ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായും കോഴിക്കോട് സർവീസ് സഹകരണ ബാങ്ക് എന്നുള്ള നിലയ്ക്ക് വിവിധ മേഖലകളിൽ പ്രത്യേകമായിട്ടുള്ള പ്രത്യക്ഷവും പരോക്ഷവുമായിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ ഈ കാലയളവിൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കൺസ്യൂമർ സ്റ്റോറിന്റെ പ്രവർത്തനം കുറെ കൂടപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പമാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ തന്നെ സഹകരണ പ്രസ്ഥാനത്തിന്റെ തന്നെ തീരുമാനമായിട്ടുള്ള സ്റ്റുഡൻസ് മാർക്കറ്റ് എന്നുള്ള നിലക്കുള്ള പ്രത്യേകമായ ഈ പരിപാടി തയ്യാറാക്കി നമ്മുടെ സ്കൂളുകളെല്ലാം ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടികളാക്കി മാറ്റിയെടുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. തീർച്ചയായും നമ്മുടെ സമീപ പ്രദേശത്തുള്ള എല്ലാ സ്കൂളുകളെയും നമുക്ക് ബന്ധപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് മിതമായ നിരക്കിൽ നമുക്ക് ഈ അവരുടെ പഠനോപകരണങ്ങൾ വിതരണം ചെയ്യാൻ കഴിയത്തക്ക നിലയിലുള്ള ഒരു പ്രവർത്തനത്തിലേക്കാണ് കോഴിക്കോട് സർവീസ് സഹകരണ ബാങ്ക് എന്നുള്ള നിലക്ക് പോകുന്നത്. അതിനാവശ്യമായിട്ടുള്ള എല്ലാ പിന്തുണയും നമ്മുടെ നാട് ആകെ ഈ സ്ഥാപനത്തിന് അർപ്പിച്ചുകൊണ്ടും വിദ്യാർത്ഥികളെ ആകെ ബന്ധപ്പെടുത്തിക്കൊണ്ടും രക്ഷിതാക്കളെ ആകെ കൂട്ടിച്ചേർത്തുകൊണ്ടുമുള്ള നല്ല ഒരു പ്രവർത്തനമാക്കി ഇതിനെ മാറ്റി. സാധാരണക്കാരായ കുട്ടികൾക്ക് ചുരുങ്ങിയ ചിലവിൽ മികച്ച പഠനോപകരണങ്ങൾ ലഭ്യമാക്കുകയാണ് കോഴിക്കോട് സർവീസ് സഹകരണ ബാങ്കിന്റെ കൺസ്യൂമർ സ്റ്റോർ ലക്ഷ്യമിടുന്നതെന്ന് കെ ദാമോദരൻ പറഞ്ഞു. സ്കൂളിലേക്ക് ആവശ്യമായ ബാഗുകൾ, വാട്ടർ ബോട്ടിലുകൾ, പെൻസിൽ, ബുക്ക്, കവറുകൾ തുടങ്ങി ഒട്ടനവധി ഉൽപ്പന്നങ്ങൾ ഈ സ്റ്റോർ വഴി വിതരണത്തിന് എത്തിയിട്ടുണ്ട്. ചടങ്ങിൽ കോഴിക്കോട് ബാങ്ക് പ്രസിഡന്റ് VP കിരൺ അധ്യക്ഷത വഹിച്ചു. ഡയറക്ടർമാരായ M അജയകുമാർ, K പ്രകാശൻ, MC നാണു, CP സത്യൻ, ഷിസ്ന, E സുർജിത് കുമാർ, PP മനോജ് തുടങ്ങിയവർ സംബന്ധിച്ചു. എടക്കാട് പുതിയ ദേശീയപാതയിൽ വീണ്ടും അപകടം. ലോറി നിയന്ത്രണം വിട്ടുമറിഞ്ഞു. മംഗലാപുരത്ത് നിന്ന് മത്സ്യം കയറ്റി കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന കണ്ടെയ്നർ ലോറിയാണ് മറിഞ്ഞത്. ഇന്ന് ഉച്ചയ്ക്ക് 2:40 എടക്കാട് പോലീസ് സ്റ്റേഷനും റെയിൽവേ സ്റ്റേഷനും ഇടയിലായിരുന്നു അപകടം. ഡ്രൈവർ മംഗലാപുരം സ്വദേശി ലത്തീഫ് പരിക്കില്ലാതെ രക്ഷപ്പെട്ടു. ഡ്രൈവർ മാത്രമായിരുന്നു ലോറിയിൽ ഉണ്ടായിരുന്നത്. നിയന്ത്രണം വിട്ട ലോറി താൽക്കാലികമായി വെച്ച കോൺക്രീറ്റ് ഡിവൈഡറിലിടിച്ച് മറിയുകയായിരുന്നു. സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നതാണ് രക്ഷയായതെന്ന് ഡ്രൈവർ ലത്തീഫ് പറഞ്ഞു. ഒരാഴ്ച മുമ്പ് ഇതേ റോഡിൽ എടക്കാട് അടിപ്പാതയുടെ മുകളിൽ നിന്ന് ജീപ്പ് താഴെ സർവീസ് റോഡിൽ ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് മുകളിൽ വീണിരുന്നു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഓൺലൈൻ തട്ടിപ്പ് വ്യാപകമാണെന്നും ജാഗ്രത വേണമെന്നും പോലീസ്. ടെലിഗ്രാം വഴി ഓൺലൈൻ പാർട്ട് ടൈം ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തി ജില്ലയിൽ 2 പേർക്ക് പണം നഷ്ടമായി. പിണറായി സ്വദേശിക്ക് 1,41,000 രൂപയും എളയാവൂർ സ്വദേശിക്ക് 77,800 രൂപയുമാണ് നഷ്ടമായത്. നിക്ഷേപിക്കുന്ന പണത്തിനനുസരിച്ച് ഉയർന്ന ലാഭം നൽകാമെന്ന് പറഞ്ഞാണ് തട്ടിപ്പിനിരയാക്കിയത്. ഓൺലൈൻ മാധ്യമമായ ടെലഗ്രാമിലൂടെ ആകർഷകമായ പരസ്യങ്ങൾ അയച്ചു നൽകിയാണ് പലരെയും തട്ടിപ്പിന് സംഘങ്ങൾ വലയിലാക്കുന്നത്. തുടക്കത്തിൽ ലാഭത്തോടുകൂടി പണം തിരികെ ലഭിക്കുമെങ്കിലും പിന്നീട് കൂടുതൽ പണം ആവശ്യപ്പെട്ട് പല കാരണങ്ങൾ പറഞ്ഞ് പണം നൽകാതിരിക്കുന്നതാണ് തട്ടിപ്പിന്റെ രീതി. പാർട്ട് ടൈം ജോലി എന്ന പേരിൽ തുടക്കത്തിൽ നൽകിയ പണം ലാഭത്തോടുകൂടി തിരികെ ലഭിക്കുന്നതുകൊണ്ട് പലരും ഇതിൽ വിശ്വസിച്ച് തട്ടിപ്പുകാർ ചോദിക്കുന്ന പണവും നൽകുന്നു. പിന്നീട് ഒരു നല്ല തുക തട്ടിപ്പുകാരുടെ കൈകളിലെത്തി പണം തിരികെ ലഭിക്കാതിരിക്കുമ്പോഴാണ് പലർക്കും ഇതൊരു തട്ടിപ്പാണെന്ന് തന്നെ മനസ്സിലാകുന്നത്. കൂടാതെ SBI യോനോ റിവാർഡ് പോയിന്റ് റിഡീം ചെയ്യുന്നതിനായി ഫോണിൽ ലഭിച്ച ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും OTPയും നൽകിയതിനെ തുടർന്ന് ചക്കരക്കൽ സ്വദേശിക്ക് 1.5 ലക്ഷവും ന്യൂമാഹി സ്വദേശിക്ക് 2,030 രൂപയും നഷ്ടപ്പെട്ടു. സ്വർണ്ണ നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 6,715 രൂപ, പവന് 53,720 രൂപ, വെള്ളി 90 രൂപ. കാലാവസ്ഥ. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കണ്ണൂർ, കാസർഗോഡ്, കൊല്ലം, കോഴിക്കോട്, തിരുവനന്തപുരം, മലപ്പുറം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മിതമായ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഇന്ന് രാത്രി 11:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ഉയർന്ന തിരമാലയുള്ളതിനാൽ തീരദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണം. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാനൂരിലെ വിഷ്ണുപ്രിയ വധം പ്രതി ശ്യാംജിത്തിന് ജീവപര്യന്തവും 2 ലക്ഷം രൂപ പിഴയും. വിധി തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടേത്. അംഗീകരിക്കുന്നുവെന്ന് കുടുംബം. ചക്കരക്കൽ ബാവോട് ബോംബ് സ്ഫോടനം. റോഡിൽ പൊട്ടിയത് 2 ഐസ്ക്രീം ബോംബുകൾ. സംഭവത്തിൽ ഊർജിത അന്വേഷണം. സ്ഥലത്ത് CPM BJP സംഘർഷാവസ്ഥയെ തുടർന്ന് ഇന്നലെ മുതൽ പോലീസ് പെട്രോളിംഗ്.
ചക്കരക്കല്ലിലെ പ്രശസ്ത കലാപഠന കേന്ദ്രമായ കലാക്ഷേത്രയുടെ 18ാം വാർഷികം. വിവിധ തലങ്ങളിൽ വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റവും പുരസ്കാര സമർപ്പണവും. ഒപ്പം മഹാകവി കുമാരനാശാന് കലാമണ്ഡലം കലാവതി ടീച്ചറുടെ നൃത്താർച്ചനയും. വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം. പാനൂരിലെ വിഷ്ണുപ്രിയ വധം പ്രതി ശ്യാംജിത്തിന് ജീവപര്യന്തവും 2 ലക്ഷം രൂപ പിഴയും. വിധി തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടേത് അംഗീകരിക്കുന്നുവെന്ന് കുടുംബം. ചക്കരക്കൽ ബാവോട് ബോംബ് സ്ഫോടനം. റോഡിൽ പൊട്ടിയത് 2 ഐസ്ക്രീം ബോംബുകൾ. സംഭവത്തിൽ ഊർജിത അന്വേഷണം. സ്ഥലത്ത് CPM BJP സംഘർഷാവസ്ഥയെ തുടർന്ന് ഇന്നലെ മുതൽ പോലീസ് പെട്രോളിംഗ്. ചക്കരക്കല്ലിലെ പ്രശസ്ത കലാപഠന കേന്ദ്രമായ കലാക്ഷേത്രയുടെ 18ാം വാർഷികം. വിവിധ തലങ്ങളിൽ വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റവും പുരസ്കാര സമർപ്പണവും. ഒപ്പം മഹാകവി കുമാരനാശാന് കലാമണ്ഡലം കലാവതി ടീച്ചറുടെ നൃത്താർച്ചനയും.